തലക്കറി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സംവിധാനങ്ങളും വച്ചിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കുഞ്ഞമ്മേരെ മോളാണ് ഈ കിടക്കണം. തലക്കറിയുമായി അനുമോൾ പോകും. അയ്യോ എന്റെ പൊട്ടിന്റെ തലയിൽ കൂടെ വീഴുമോ? ടേസ്റ്റ് ഉള്ള ഭാഗം എവിടെയെന്ന് അറിയാമോ? ഈ തലയിലെ മണ്ടയുടെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. സാധാരണ ഞാനാണ് ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊതിപ്പിച്ച് കൊല്ലണം. ചേട്ടാ ഇതും കൂടെ കഴിക്കട്ടെ. ഞാൻ സ്നേഹത്തോടെ ഒരു സാധനം തരുമ്പോ കഴിക്കണം ചേട്ടാ. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഇത് അമ്മ വീട്ടിൽ തന്നെയാണ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് വരികയാണ്. ഗസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മേമ്പടി മാത്രം ഇവിടെ ചെയ്താൽ മതി. സംഭവം എന്ന് പറഞ്ഞാൽ തലയാണ്, തലക്കറി. ഇതാ കാണണമെങ്കിൽ അടുത്ത് വാ. ഇതാ തലക്കറി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ മാങ്ങ കീറിയിട്ട് സകല സംവിധാനങ്ങളും വച്ചിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. മാങ്ങ പൂള് കീറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ആ ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. ഇതാ ഈ ഗ്രേവി എല്ലാം കൂടെ ഒഴിക്കുമ്പോൾ അതിനകത്ത് മുരിങ്ങാക്കോല്, ഈ പറഞ്ഞ എല്ലും കൂട് എല്ലാം കൂടെ വരണം, എങ്കിലേ അതിനൊരു രസമുള്ളൂ. ഇത് വരണ ഗസ്റ്റിന് കൊടുക്കുന്നതിന് മുമ്പേ തലക്കറി കഴിക്കുന്നതാണെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ പറ്റിയിരിക്കുന്നില്ല മാംസം എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു പീസ് മാത്രമാണിത്. ഓ തേങ്ങ അരച്ചല്ല മുളക് കറിയാണ് അല്ലേ? അയ്യോ അതൊക്കെ വേസ്റ്റിലിടാം. കയ്യൊന്ന് കഴുകാം. എന്നിട്ട് ഒരു തലയുടെ പകുതിയാണ് ഞാൻ വെച്ചത്. ഇനി അതിൻ്റെ പകുതിയും കൂടെ കിടപ്പുണ്ട്, വേറൊരു തലയും കൂടെ ഉണ്ട്. ഇതാ അത് കണ്ടപ്പോഴാണ്, അത് വെച്ചപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കണ്ടത് കേട്ടോ. കണ്ണ്. ഓ തലക്കറി വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് മീനിൻ്റെ കണ്ണ്. ഞാനങ്ങ് എടുത്തേ. ഇനി വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ കണക്കാക്കി അല്പം കടുക് താളിച്ച ഇതും ഒഴിച്ച്, ഇനി അല്പം ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഗസ്റ്റ് വരികയാണ്. ഗസ്റ്റിനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഈ തലക്കറി അങ്ങ് വിളമ്പുക, കഴിക്കുക, പിരിയുക. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഞാൻ വിളിച്ചിട്ട് വരാമേ. അപ്പോൾ ഗസ്റ്റ് റെഡിയാണ്. അപ്പോൾ അനുവാണ് ഇന്നത്തെ ഗസ്റ്റ് ഒന്നുമല്ല, എന്നെ ഇത്ര കാലം കൊണ്ട് പറയണമെന്നാണ് ഇവിടെ കടയിൽ കൊണ്ടുവരണം. നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സാധനം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണടയ്ക്കണം. കണ്ണ് പൊത്തി കണി കാണുന്ന പോലെ ഞാൻ കൊണ്ടുപോകണം നേരെ അടുക്കളയിലേക്ക്. പോയാ പോയത് ബിരിയാണിയുമായിട്ട് വേറൊരു വിരുദ്ധൻ ഓപ്പോസിറ്റ് പോകണേ. അവൻ ഇടിക്കല്ലേ? ഇല്ല. ഷാജി പോടാ, ഷാജി ഇറങ്ങി പോ, എവിടെ കണി കാണിക്കട്ടെ. ഇതാ നിക്ക്. 2 ചട്ടിയിൽ ഇതിന്റെ വിഭവം വെച്ചിട്ടുണ്ട്. തുറക്കട്ടാ? 1 2 3. തല എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയും ഭ്രാന്തുള്ള ഒരാളിനെ ഞാൻ ഇതുവരെ ഇവിടെ. ഇത് പല തലയുണ്ട്. ചൂരത്തലയാണോ നെയ്മീൻ ചൂരയാണോ? അതാണ് ആളുടെ തല. നിനക്ക് എത്ര തല അറിയാം? എനിക്ക് അനുവിന്റെ തലക്കൊതി എന്ന് പറയുന്നത് കേരളത്തിലുള്ള സകല ആളുകൾക്ക് അറിയാം. ഏതൊക്കെ തലകൾ നിനക്കറിയാം? എനിക്ക് ചൂരത്തല അറിയാം, നെയ്മീൻ ചൂര തല അറിയാം, പിന്നെ എനിക്കിതൊക്കെ അറിയാം. ഇത് മുരളെന്ന് പറഞ്ഞ വലിയൊരു സാധനം. ചുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ചുണ്ട് കൂടിയ ഒരു സാധനമാണ് ഇത്. കണ്ട ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷാപ്പിൽ പോയിട്ടുണ്ട്. പണ്ട് എത്ര വയസ്സായപ്പോ? അങ്ങനെ പണ്ടെന്ന് 1 വർഷം മുന്നേ. അതാണ് പണ്ടെന്ന് പറയുന്നത്. ഷാപ്പിൽ വരെ പോയി തലക്കറി കഴിച്ചവളാണ്.
ഈ തലയുടെ കൂടെ നിനക്ക് കപ്പ വേണോ ദോശ വേണോ ഊണ് നീ കഴിച്ചെന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞ തല ഉണ്ട് വേണമെങ്കിൽ വാ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പറഞ്ഞൊന്നുമില്ല തല ഉണ്ടെന്ന്. അങ്ങനെ പറയില്ല, അതല്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിത് ഉണ്ടാക്കാൻ നേരത്തെ കടയിലോട്ട് വാ, ഒരു സർപ്രൈസ്. ഞാനിത് ഉണ്ടാക്കാൻ നേരത്തെ പോലും ആർക്ക് വേണ്ടി ഇത് പറഞ്ഞില്ല. ഒരു ഗസ്റ്റ് ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണാന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ മാറ്റിയൊക്കെ ഇങ്ങനെ ഭയങ്കര രസകരമായി. തല കൊതിച്ചെന്ന് പറഞ്ഞോ ഒരു ഇതിന്റെ കൂടെ ദോശ മതി. ദോശ പരത്തിച്ചിട്ടത് വേണോ പൊട്ട് ദോശ വേണോ എന്ന് വെച്ചാല്? അതായത് ചെറിയ ദോശ വേണോ? ചെറിയ ദോശ. അത് വീട്ടിൽ പരത്തിയ ദോശ വേണോ? പരത്തി ദോശ മതി. പരത്തി ദോശ. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കണോ ചട്ടിയിൽ എടുക്കണോ? ഇല്ല ഇതോടെ എടുത്തോണ്ട് പോവാം നമുക്ക്. എന്നിട്ട് എടുത്ത് ഇതിലോട്ട് വെച്ച് പെണ്ണേ ഇവല്ല കാര്യം നോക്കിയാണ് ഇത് എങ്ങനെ എടുക്കും? നീ കൈയോട്ടെല്ലാം എടുക്കുമല്ല? എനിക്ക് ഇത് മതി. ഇത് രണ്ടെണ്ണം കൂടെ വയ്ക്കണോ? വേണ്ട, ഒന്ന് വെച്ചാൽ മതി. അത് ഞാൻ കഴിക്കട്ടെ. ഇതിലൊന്നുണ്ട്, അതിന്റെ അടിയിൽ ഇങ്ങനെ കീറിയാണ് വെച്ചത്. ഒരു തലയെ രണ്ടായിട്ട് പൊളന്ന് അങ്ങനെയാണ് വെച്ചത്. പക്ഷെ ഞാൻ ഇത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചേ വയറ് വീർത്തിരിക്കുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ തല കഴിച്ചോളൂ. ഇല്ലേ തല എവിളെ എന്നെ കൊണ്ടുപോകണം, ഭയങ്കര രസമാണ്. ഞാൻ ദോശയായിട്ട് വരാമേ. തല എവിടെ കൊണ്ട് ഒരു സാധനം എടുക്കണം. കാര്യം പണ്ട് ഈ വലിയ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നവരുടെ ചുമ്മാടെന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിപ്പോൾ എടുക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് തല എന്ന് പറഞ്ഞാൽ, തലക്കറി എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താണ് പറയണ, ഇത്രയും മീനിന്റെ കുട്ടിയാണോ ഇത്? അല്ല ചെറുതും വലുതാണോ ചോദിച്ചത്. ഇതിന്റെ കുഞ്ഞമ്മേരെ മോളാണ് ഈ കിടക്കണം. രണ്ടു മീനാണോ? ഒരു മീൻ വലുതായി പോയേ. അത് വലിയ സൈസ്, ഇത് വലിയ സൈസ്. നീ എന്താണ് ചെറുതായി പോയി ഇങ്ങനെ? അതെ, എന്റെ അച്ഛനമ്മ ചെറുതാ. അതെ, എനിക്കിത് മതി. ഒരു രക്ഷയില്ല. അപ്പൊ തലക്കറിയുമായി അനുമോൾ പോകും. അയ്യോ, എന്റെ പൊട്ടിന്റെ തലയിൽ കൂടെ വീഴുമോ? പോട്ടെ, ചേട്ടൻ വരൂല്ലേ? എങ്ങനെ ഇതുവഴി പോ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും തലക്കറി കൊണ്ട് ഒരാൾ. നല്ല ഭാരമുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ കഴിക്കണോ ചേട്ടാ? പിന്നെ അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ ഷെയർ ചെയ്യാം. വേണ്ട, ഞാൻ കഴിച്ചോളാം. അവളെ വിട്ടേക്ക്. പോട്ടെ. അയ്യോ, അധ്വാനിച്ച് തല തിന്നുന്ന ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണാം. അതിനൊക്കെ പോട്ട്. അതിന്റെ ഇടയിൽ കൂടെ വാനിറ്റി ബാഗ് കൂടെ എന്ത് കാര്യത്തിനാന്തായാലും. അയ്യോ, നല്ല ഭാരം. പിന്നെ തലയ്ക്ക് പിന്നെ ചില്ലറ ഭാരം. ഇനി ഇതിന്റെ കൂടെ കഴിക്കാൻ നിനക്ക് എന്താ വേണ്ടേ? ദോശ നല്ല പരത്തിച്ചിട്ട് ദോശ. നേരത്തെ പറഞ്ഞ ജ്യൂസ് എടുക്കട്ടോ. മറ്റേ സോഡ ഒഴിച്ച. സോഡ ഒഴിച്ചോ. ഉപ്പും പഞ്ചാരം വേണം. ഞാൻ വന്നതിന് ശേഷം ഇത് തൊടാം. അതല്ല, അങ്ങനെയാണല്ലോ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അല്ല, സംഭവം ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് നിന്നെ വലിയ വിശ്വാസമല്ല. തല മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു ക്ഷമയില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇല്ല, ഞാൻ ഇത്രയും വലിയ ചട്ടി ആദ്യമായിട്ടാ കാണുന്നത്. ചില വീട്ടിൽ മീനൊക്കെ വെച്ചതിന് ശേഷം പൂച്ചയൊക്കെ ഇന്ന് തലയിടൂല. അത് കണക്കാണ്. ശരി, ചേട്ടൻ പോയി എടുത്തിട്ട് വാ. തുടരുത്. ഞാൻ ഇല്ല ചേട്ടാ, ഞാനേ പരത്തിച്ചുട്ട ദോശ എടുത്തിട്ട്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും വലിയ വലിയ തല കഴിച്ചിട്ടുണ്ട്. എന്നാലും ഈ ചേട്ടൻ പറയല്ലേ, ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ കുക്ക് ചെയ്താലും ചേട്ടൻ എവിടെ പോയാലും ചേട്ടൻ കഴിച്ചിട്ടേ കഴിക്കാവൂ എല്ലാവരും. ചേട്ടൻ പറഞ്ഞ കുറച്ച് കഴിക്കാം. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഇല്ലല്ലേ. കണ്ണ് കഴിക്കാം, കണ്ണ്. സൂപ്പർ സാധനം. നല്ല ടേസ്റ്റ് ആട്ടോ, സത്യം. വരുന്നു കൊള്ളാം. ഇല്ല ഏട്ടാ, ഞാൻ കറി ഇളക്കി കൊടുത്ത. കറി ഇളക്കിയത് അത് കറക്റ്റായിട്ട് ഇരിക്കുകയാണല്ലോ. കറി ഇളക്കേണ്ട കാര്യമില്ലല്ലോ. കഴിക്കാം ചേട്ടാ, എനിക്ക് പോവാൻ സമയമായി. എന്തോ കള്ളത്തരമുണ്ട്. ഇല്ല കഴിച്ചു നീ? ഇല്ല ചേട്ടാ, ചോദിച്ചു ഞാൻ കഴിച്ചില്ല. എന്റെ അമ്മ സത്യത്തിൽ ഈ പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീൻ വെച്ചിട്ട് പോകുമ്പോൾ അനുവിന്റെ മുമ്പിൽ ഈ തല വെച്ചിട്ട് പോണത്. നീ കഴിച്ചു, നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയാം. തലയിലടി സത്യം ചെയ്യും, നീ ഇത് കഴിച്ചില്ല. ഞാൻ ഇച്ചിരി കണ്ണെടുത്ത് കഴിച്ചു. ഒരു കണ്ണ് മാത്രമല്ല. ഇല്ല ചേട്ടാ, ഞാൻ കാണിച്ചു തരാം.
ഇവിടെ ഒരു കിണറുണ്ടോ? നോക്കിയാണ് ഒരു കിണർ. ഇത് അതിന്റെ കണ്ണിരുന്നതാണ്. കണ്ണെടുത്ത് കഴിച്ച്. ഇനി ഒരു സത്യം പറയട്ടെ, ഇതിൽ ഒരു കണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ വെക്കാൻ തരുന്നു, ഞാനും കഴിച്ചു. ആണല്ലേ? വെറുതെ ഞാനേ ഈ വിരലിട്ട് ഞാൻ നോക്കിയേ, പക്ഷെ കിട്ടുന്നില്ല കയ്യിലോ. അത് നിനക്ക് വീട്ടിലെ പരുത്തി ചുട്ട ദോശ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പുളിയും മുളകുണ്ട്, ശകല അച്ചാറൂടെ. ഷിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ആ, ഷിയാസ് വന്നിരുന്നു. ഷിയാസ് വന്നിവിടെ ഭയങ്കര അഭിപ്രായമായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് മരിച്ചിട്ട് പോയി ഷിയാസ്. പറഞ്ഞു ഒരു തല മതിയല്ല, ഒരു തലയുടെ പകുതി. ഒരെണ്ണം ഇങ്ങനെ ഇരിക്കട്ടെ. നിനക്ക് കണ്ണ് കിട്ടിയില്ലെന്നല്ലേ? ഇവക്ക് കണ്ണ് കിട്ടരുതേ. അടുത്തത് ഇവിടെ നീ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാ. കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇരുന്നാലോ? ഞാൻ ഇരുന്നാ പോരെ? അല്ല ചേട്ടൻ അവിടെ അവരൊക്കെ വന്ന് നിൽക്കുന്നു. അവരതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നിന്റെ കൂടെ ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ഭയങ്കര കള്ളത്തരം കാണിക്കും. തുടങ്ങിയില്ല. തുടങ്ങിയില്ലേ? അല്ല, തുടങ്ങാൻ പാടില്ല. നീ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ഭാഗത്തോട്ടാണ് മുരിങ്ങക്കോല്, പിന്നെതാ മാങ്ങ കയറിയത്. മാങ്ങ ഇട്ടിട്ടുണ്ട്. നീ ഇന്ന് പറയണമെന്ന് പറഞ്ഞപ്പോഴേ മാങ്ങ ഇന്ന് കഴിച്ചാ മാങ്ങ. ഇത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. ഞാൻ കാണിച്ചു കൊടുത്ത പോലെ നീ കാണിച്ചു കൊടുത്ത. അയ്യോ, ഞാൻ ഇതൊക്കെ കാണിച്ച് അവർ കണ്ട് മടുത്തതല്ലേ. ഇതാ മുരിങ്ങക്കോല് എങ്ങനെ കഴിക്കുന്നു, എങ്ങനെയാണ് ഈ മീൻകറികളിൽ മുരിങ്ങക്കോലിട്ട് എന്ത് ടേസ്റ്റ്. ഓ, എനിക്ക് നീ കഴിക്കട്ടെ. മുരിങ്ങക്കയും തുടങ്ങി. അത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഇങ്ങനെ അങ്ങനെ എടുക്കും, പക്ഷെ എനിക്ക് വിശക്കും. മുരിങ്ങക്കോല് കഴിച്ച് പിന്നെ എടുത്ത് മാങ്ങ. അയ്യോ, ഇങ്ങനെ അത് മൊത്തം ഒന്ന് കഴിച്ചാൽ ഒരു പീസ് കൂടെ എടുത്ത് ഞാൻ പറയും പോലെ അങ്ങനെ എടുത്തിട്ട് ഈ പുളി മുളകിൽ ഇങ്ങനെ മുക്കി അതിങ്ങനെ ഇതിലും കൂടെ ഈ ചാറിലും കൂടെ ഇങ്ങനെ മുക്കി. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്നല്ലേ? എപ്പോഴും ആസ്വദിച്ച്. ഇതിനകത്ത് വേറെ ടെൻഷൻ ഒന്നും പാടില്ല. ഇനി ദോശ ഇങ്ങനെ എടുത്ത് ദോശ എടുത്ത് ഇതിൽ മുക്കി അതിലും കൂടെ. ഇനി തലച്ചേന വേണോ? വേണ്ടല്ലോ. അല്ല, ഞാൻ കഴിക്കുന്നു. ചേട്ടൻ നോക്കുന്നു, അതുകൊണ്ട് വേണോ? ഇങ്ങനെ എടുത്താണ്, ഇങ്ങനെ എടുത്ത് ഞാൻ പോയിന്റ് ശേഷം ചേട്ടൻ കഴിച്ചപ്പോരെ? അല്ലല്ല, എനിക്കൊരു പീസ് താഴെ നിന്നെ ഇവിടെ വിളിച്ച് വരും. ചേട്ടൻ എപ്പോഴും കഴിക്കുന്നതല്ലേ? ഞാൻ എപ്പോഴും ഇവിടെ കഴിക്കും. ഞാൻ ഗസ്റ്റ് അല്ലേ? അപ്പൊ ഗസ്റ്റ് ഇരിക്കുമ്പോ കഴിക്കാൻ പാടില്ല. സൂപ്പർ അല്ലേ? ഞാൻ ഇനി എന്നും വരും. അയ്യോ, ഇനി തല കഴിക്കേണ്ട അറിയാം ചേട്ടാ. എന്തായാലും വിളിക്കണ്ടേ? കേട്ടാ, ഈ ഭാഗമുണ്ട്, അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ ഭാഗം വലിച്ചിപ്പോ ഒരു പൊളക്ക് എൻ്റെ ഞെബള. അയ്യോ, അതിൽ കണ്ണ്. ഇതില് കണ്ണുണ്ട്. അത് കാണിച്ചു. അയ്യോ, അയ്യോ, അതിന് എങ്ങനെയുണ്ട്? നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കണ്ണ് നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് തല കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ, അത് വേറെ സംസാര വർത്തമാനം ഒന്നുമില്ല. അതാ കണ്ടില്ലേ? കരിമ്പങ്കാട്ടിൽ ആന കയറിയ കണക്ക് അത് ഇതിന്റെ ഞെബള ഈ മുള്ള് ഇങ്ങനെ നക്കി അതിനെ മാറ്റി വെക്കണം. ഇടയ്ക്ക് ടിഷ്യൂ പേപ്പർ. അറിയാം ചേട്ടാ, പറഞ്ഞു തരണ്ടാ. ഞാൻ ഇനി ഒരു വകയും പറയുന്നില്ല. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല, ഞാൻ കഴിച്ചു കേട്ടോ. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒന്ന് ഒരുപാട് പേര് കാണേണ്ടതല്ലേ? അപ്പോൾ പക്ഷെ അതിന്റെ നല്ല ബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് കാണുന്നു എന്നുള്ള നല്ല ബോധമുണ്ട്. കാര്യം അത്രയും അടക്കത്തോടു കൂടി ഒഴുക്കത്തോടു കൂടിയാണ്. അല്ല, ആഹാരം കഴിക്കുമ്പോൾ നമ്മളിപ്പം സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ ആൾക്കാരെ കാണാൻ വേണ്ടി പരസ്പരം ഇങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ കണ്ടോ? അമ്മ വെള്ളം. ഞാൻ ഇങ്ങനെയാണ് കഴിക്കണം. ഇനിയാ ഈ കട്ടിയുള്ള മറ്റേ പൊട്ടുദോശ നമ്മളന്ന് എറണാകുളത്ത് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിൽ പൊട്ടുദോശ എടുക്കണം. പക്ഷേ പൊട്ടുദോശ എടുക്കാൻ നേരത്താണ് ആനു എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇരിക്കണോണ്ടെന്ന് നമുക്ക് അങ്ങനെയുള്ള വലിയ നാണക്കേടൊന്നുമില്ല. കാര്യം ഞങ്ങൾ അടുത്തടുത്ത 2 പഞ്ചായത്ത് അടുത്തടുത്ത നാട്ടില് ആളാണ്. അതുകൊണ്ട് ചേട്ടൻ എൻ്റെ വീടിൻ്റെ അതുവഴി എപ്പോഴും പോകാറുണ്ട്. എന്തത്? ചേട്ടൻ എൻ്റെ വീടിൻ്റെ അതുവഴി എപ്പോഴും പോകാറില്ലേ?
ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകളായിരിക്കും എനിക്ക് വേറെ ഒരു ജോലിയില്ല നിന്റെ വീട്ടിന്റെ എപ്പോഴല്ലേ വല്ലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഞാൻ ഉള്ളപ്പോ കാണാറുണ്ട്. ഇവള് പിന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ മിടുക്കിയാണ്. സത്യം പറയുമ്പോ കൈ കൊതി വിട്ടില്ലേ? ഞാനാ പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട്. ചേട്ടൻ വന്നവർ പറഞ്ഞൊന്നും കഴിച്ചിട്ടില്ല അന്ന്. പാവം കൊടുക്കാൻ പൊട്ടുദോശ പൊട്ടുദോശ ഒരെണ്ണം ഞാൻ അല്ലല്ല ചേട്ടൻ എന്തായാലും നോക്കിയിരിക്കില്ലേ, നമുക്ക് ഇനി കൊതി വിട്ടാലും. എനിക്കാണെങ്കിൽ ഇന്ന് എറണാകുളത്ത് പോവേണ്ടത്. പൊട്ടുദോശ അയ്യോ എൻ്റെ അമ്മേ. എന്നാ ചേട്ടാ ചേട്ടാ കഴിച്ചോ. എന്നാ ചേട്ടാ ചേട്ടാ ഇതും കൂടെ കഴിക്കട്ടെ. ഞാൻ സ്നേഹത്തോടെ ഒരു സാധനം തരുമ്പോ കഴിക്കണം ചേട്ടാ. കഴിക്കേട്ടാ. നമ്മള് വിശന്നിരിക്കുന്ന അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. പോവാൻ വേണ്ടിട്ടാ ഞാൻ ഓടിച്ചുവിട്ട. പൊട്ടുദോശ എടുക്കാൻ പോയ ആളെ കാണില്ല. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, അടിപൊളി സൂപ്പർ. വാവ്. ഉച്ച ഞാൻ ചോറ് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് വയറ് വീർത്തു. അതെ, തലയിൽ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം എവിടെയെന്ന് അറിയാമോ? ഈ തലയിലെ മണ്ടയില. അത് തല കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂരത്തല. ഈ തല മണ്ടയ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. ഇത് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ. പൊട്ടുദോശ റെഡിയാണ്. ഇതിൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. ഈ വെട്ടി നിർത്തിയ റബ്ബർ തോട്ടം ഉണ്ടല്ലോ, അവസാനം തടി മുറിച്ചതിന് ശേഷം JCB കൊണ്ട് ഇളക്കുമ്പോൾ റബ്ബറിന്റെ വേര് കിട്ടുമല്ലോ. ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് അല്ലേ ചേട്ടാ? ഓ പിന്നെ കഴിക്കണ്ട, നീ എന്നെ കഴിച്ചാൽ. എൻ്റെ അമ്മയെ ഞാതാ വരുന്ന തലയുണ്ടെന്ന് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനാണ് പറഞ്ഞത്. അവിടെ കിച്ചണിൽ വേറെ തലയുണ്ട്, അത് നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടേ? അതിൽ നീ ബാഗൊക്കെ ആയിട്ട് വന്നത്. അനു ഇതാണ് കേട്ടോ. അനു ഒരു കലർപ്പില്ലാത്ത വളരെ സിമ്പിള്. എന്നെ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ യൂട്യൂബിൽ ഭയങ്കര കമൻറ്റ്, ഈ കൊച്ചിത് എന്തെന്ന് തീറ്റയാണ് തിന്നണത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കേ. അല്ല, തല കഴിക്കുമ്പോൾ ഇങ്ങനെയാ. ഇപ്പൊ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഈ കൈ കൂടെ ഉപയോഗിച്ചേനെ. രണ്ട് കൈ കൊണ്ടാ? എന്നിട്ട് ഇതിപ്പോ എനിക്ക് ഒറ്റ കൈ കൊണ്ട് കാണാനില്ല, മോശം. ഈ ആൾക്കാർ കാണുന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് മനോഹരമായ രീതിയിൽ ഒരു കയ്യിൽ നിൽക്കുന്നില്ല എനിക്കത്. പൊട്ടുദോശ ഇവളുടെ ഭയങ്കര ഇഷ്ട സംഭവമാണ്. കണ്ണറ വീണ പൊട്ടുദോശ. ഇങ്ങനെ അത് ഇങ്ങനെ എടുത്തിട്ട് ഈ മീനിൻ്റെ കറിയിൽ ഞാൻ മുക്കിക്കൊള്ളാം. അല്ല, ഇത് എനിക്ക് കഴിക്കാം. ചേട്ടൻ കഴിച്ചോ. നല്ല ദോശ. നമ്മൾ ഈ മാവ് തൊട്ടടുത്ത ഈ ലോക്ക്ഡൗൺ കാലങ്ങളൊക്കെ ആയതുകൊണ്ടേ തൊട്ടടുത്ത് നമ്മൾ ഒരു 10 ചേച്ചിമാരുണ്ട്. അവർ മാവാട്ടി നമുക്ക് കൊണ്ടുതരും. ആ മാവാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനകത്തുണ്ട്, വളരെ ആത്മാർത്ഥം. അപ്പോൾ 10 ചേച്ചിമാർക്ക് ജോലി കിട്ടും. ഈ 2 ദോശ ഒരേ മാവ് തന്നെയാണ്. ശ്രുതി എന്ന് പറയുന്ന ഒരു വലിയ പെൺകുട്ടിയാണ് ഇതിൻ്റെ നേതൃത്വം. നല്ല ദോശ, തട്ടുദോശയല്ലേ നമുക്കിപ്പം നമ്മൾ നല്ല ടേസ്റ്റുള്ള ദോശയാണ് വീട്ടിലുണ്ടാകുന്ന സെയിം ദോശ അല്ലേ, പുളിച്ചതല്ല. ഒരുപാട് പുളിക്കരുത്, ഒരുപാട് പുളിച്ചാൽ പോയി. ഇതിപ്പോൾ മീൻ കറിക്ക് തേങ്ങ അരച്ച മീൻ അല്ല, ഈ മുളക് ഉള്ള മീൻ കറി ആയതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് നല്ല എരിവുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്, പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്, മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ തൊണ്ടമുളക്, വറ്റൽമുളക് എല്ലാം ഉണ്ട്. വേറെ സാധനം ഞാൻ കാണിച്ചു ഞാൻ ആദ്യം കേട്ടോ. ഇത്രയും വിഭവസമൃദ്ധമായ ഭയങ്കര എരിവായിരിക്കില്ലേ? ഞാൻ കഴിക്കാം. കണ്ടാ മുളകിൻ്റെ അരി ചേട്ടാ. ഇനി എന്തെങ്കിലും വേണോ നിനക്ക്? വേണ്ടല്ലോ. ഇനി എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ വരാം. ഷൂട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മുഴുക്കി ഇവിടെ ഇരുന്നേനെ. അതെനിക്കറിയാം. ഷൂട്ടില്ലായിരുന്നെങ്കിൽ ആ മൊത്തം ഉരുളിയിലിരിക്കുന്ന തല മൊത്തം തിന്ന് തീർത്തിട്ട് ഇനി ഉണ്ടോ എന്നും കൂടെ വിളിച്ച് കൃത്യമായിട്ട് ചോദിക്കുവായിരുന്നു. അതാണ് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭാഗമാണ് തന്നെ ഈ മുള്ള്. ഈ മുള്ള്, ഈ വരിക്കുള്ള മുള്ള്. ഈ മുള്ള് ഞാൻ കാണിച്ചു തരാം.
തലയുടെ സ്പെഷ്യലിസ്റ്റ് ചിലർക്ക് അറിയില്ല. ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് പോകുമ്പോൾ മീനിന്റെ ഈ പാത്രത്തിനകത്ത് ഇങ്ങനെയുള്ള മുള്ള് കിട്ടും. അപ്പോൾ ആർക്കും അറിയത്തില്ല ഇത് എങ്ങനെയാണ് കഴിക്കേണ്ട രീതി. ഞാൻ എല്ലാവർക്കും കാണിച്ചത് അറിഞ്ഞത്തോർക്കാണേ. ഇപ്പൊ കണ്ടില്ലേ രണ്ട് കസേരക്കൾ. കസേരക്കൾ എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ രണ്ടിൽ ഒന്ന് പൊട്ടിക്കാം ഇങ്ങനെ. എന്ത് ടേസ്റ്റ് എന്നറിയോ അത് ഇങ്ങനെ. ഈ പെണ്ണെന്നെ കൊല്ലേ ഉള്ളൂ. സാധാരണ ഞാനാണ് ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊതിപ്പിച്ച് കൊല്ലുന്നത്. അതെന്താ ഇങ്ങനെ എടുത്തിട്ടുണ്ടാ? അവരൊന്നും വിചാരിക്കില്ല. ഇനി അതിനകത്ത് വേറൊരു സാധനമുണ്ട്. അതുകൂടെ കണ്ട ഞാൻ മുള്ളിൽ പിടിച്ചപ്പോ കണ്ട ഈ സാധനം നമ്മൾ എടുത്ത ഭാഗത്ത് ഇവിടെ സൂപ്പർ ടേസ്റ്റ് ആണ് മോനെ. അല്ല മോളെ മോനെ, അടിപൊളി. രണ്ടാമതും കൂടെ പൊട്ടിക്കാം. ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട്. ചിലപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് കാണണ്ട കേട്ടോ. അയ്യോ, വെജിറ്റേറിയൻ കാണാൻ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആണോ? പിന്നെ ചിലപ്പം പിടിച്ചിങ്ങനെ കൊന്നിങ്ങനെ കഴിക്കുമ്പോഴേ ചിലപ്പോ ഇഷ്ടപ്പെടൂല. നമ്മളല്ല കൊല്ലണത്, ചത്ത മീനിൽ നമുക്ക് കിട്ടണം. നമ്മൾ നിരപരാധിയല്ലേ? ആണ്, എന്നാലും പാവല്ലേ മീൻ. ഇനിയിപ്പോ നീ തുടങ്ങിയ കലാപരിപാടി തീർക്ക്. കട്ടി ടക്ക് ഒരു സൗണ്ട് അത് പൊട്ടിച്ചപ്പോഴേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. കിഷോറിന്റെ ഹോട്ടലിലൊന്ന് ഫുഡ് കഴിക്കണം. ഇനിയിപ്പോ നാളെ മുതൽ ഇവിടെ ശബ്ദം കേട്ടില്ലേ? വിസിലാ ശബ്ദം കേട്ടില്ലായിരുന്നോ? എന്താ? അയ്യോ അവിടെയല്ലേ, ഇപ്പുറത്താ. ശബ്ദം കേട്ടില്ലേ? അവിടെ നിന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ പേര്? അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ആർക്കും അറിയത്തില്ല ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. എല്ലാവരും മീൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനത്തെ സാധനം കിട്ടിയാണ്ടാ അങ്ങ് വെക്കും. ഇതിനൊക്കെ വായിലാത്തിട്ട് ചവച്ച് അരച്ച് അതിന്റെ ടേസ്റ്റ് നമ്മളിങ്ങനെ എടുക്കണം, ഇങ്ങനെ വലിച്ചെടുക്കണം അല്ലേ, ഊറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബുദ്ധി കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ബുദ്ധി വന്ന ഒരാളാണ്. പിന്നെ എന്റെ അമ്മ പറയാറുണ്ട്, പെൺകുട്ടികൾ തല കഴിച്ചാ എന്തോ വായാടിയോ മീശ വളരുന്നോ അങ്ങനെയൊക്കെ പറയും. ശരിയാണ്. പിന്നെ മീൻ തലയും തിരിയും. അല്ല, മീൻ തല തലയും ചെയ്യും. അതെ, ഈ തല തിന്നണമെന്ന് ഭയങ്കര ബുദ്ധിയാണ് അവർക്ക്. തല കഴിക്കാൻ ബുദ്ധി കുറയുന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. തല കഴിക്കുമ്പോൾ ബുദ്ധി കുറയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമ്മൾ മറന്നേക്കുക. ഇത് വെറുതെ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴേ വെറുതെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വണ്ടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര രസമാണ് കേട്ടോ. കാര്യം ഒരു 3 മണിക്കൂർ യാത്രയൊന്നും അനുവിൻ്റെ കൂടെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇത് തെറ്റുപറ്റിയത് എനിക്കാണോ അതാ ഇവക്കാണോ. അത്ര ഭയങ്കര രസമുള്ള ആളാണ്. വലിയ പോസിറ്റീവ് വൈബാണ് അവൾക്കുള്ളത്. അനുവിന് തല കഴിക്കുമ്പോൾ പോലും എന്ത് പ്രവൃത്തി ഏർപ്പെട്ടാലും ഭയങ്കര പോസിറ്റീവാണ്. അതെ, അല്ലേ? നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ ബോധയുടെയല്ല. അതെ ആണോ? ഇപ്പോഴും കണ്ടോ മുഖത്ത് എന്തെങ്കിലും ഭാവ വ്യത്യാസമുണ്ട്? 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ച് ഉയരുന്നത് പോലെയുള്ള ഒരു മുഖം, നല്ല ചിരി, നല്ല പല്ല്, ലിപ്സ്റ്റിക്ക് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പോകാനുള്ള സമയമായി. ഇനി കൈ കഴുകുന്നു, ഞാൻ യാത്രയാക്കുന്നു. എന്തായാലും കിഷോറായിട്ട് എന്നെ വിളിച്ച് ക്ഷണിച്ച് എനിക്ക് തല തന്നതിന് ഒരുപാട് സന്തോഷം. അമ്മ വീട് റെസ്റ്റോറൻറ്റിൽ വന്ന് എന്താ പറയണ്ടേ, എനിക്ക് കഴിക്കാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അത് ഒരുപാട് സന്തോഷം. അപ്പം ഇതുവരെ വന്നിട്ടില്ലാത്തവരെ എല്ലാവരും വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരോടും വലിയ സന്തോഷം, വലിയ സ്നേഹം, നല്ല നമസ്കാരം. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ നമ്മുടെ വലിയ സൗഹൃദമായിട്ട് നമുക്ക് കാണാം, പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. എന്തായാലും തന്നെ തലക്കറി വെച്ച് കൊടുത്തുകൊണ്ട് ഇനി 1 വർഷത്തേക്ക് എനിക്ക് അനുവിൻ്റെ ശല്യമേ കാണൂല. അപ്പോൾ ബൈ പറ.